മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി മേഹനും മഞ്ജുവിനും ഒക്കെ നല്ല പണി കിട്ടുന്ന എപ്പിസോഡാണ് വരാൻ പോകുന്നത്. കാരണം മേഹൻ മഞ്ജുവിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നാളെ നമുക്ക് സ്വർണ്ണം എടുക്കാൻ പോകാം, അപ്പോൾ നീ റെഡിയായി നിന്നോന്നൊക്കെ. അങ്ങനെ മഞ്ജു രാവിലെ തന്നെ റെഡിയായി നിന്നിട്ട് മേഹനെ വിളിക്കുമ്പോൾ മേഹൻ ഇപ്പോൾ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞ് മേഹൻ മഞ്ജുവിനെ വിളിച്ചുകൊണ്ട് സ്വർണ്ണക്കടയിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ മേഹനും മഞ്ജു മനസ്സിൽ ഉദ്ദേശിക്കുന്നത് കണ്ണൻ എന്തായാലും വിവാഹത്തിൽ പങ്കെടുക്കുകയുമില്ല, ഒന്നും കൊടുക്കുകയുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാക്സിമം സ്വർണ്ണം എടുക്കാം. ഇപ്പോൾ സ്വർണ്ണത്തിനാണെങ്കിൽ ഭയങ്കര വിലയാണ്. അതുകൊണ്ട് തന്നെ കണ്ണനില്ലാത്ത അവസരം മുതലാക്കി മഞ്ജുവിന് ആവശ്യമുള്ള സ്വർണ്ണം മൊത്തം എടുക്കാമെന്നൊക്കെ കണക്ക് കൂട്ടിയാണ് മഞ്ജു മേഹനും സ്വർണ്ണക്കടയിലേക്ക് ചെല്ലുന്നത്. അതിനുശേഷം മഞ്ജു മേഹനും ഒരുപാട് സ്വർണ്ണങ്ങൾ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പം മാനേജർ അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും ഒന്നും പറയുന്നില്ല. എന്നിട്ട് മഞ്ജു പറയുന്നുണ്ട്, എനിക്കിഷ്ടമുള്ള സ്വർണ്ണങ്ങളൊക്കെ എടുക്കുന്നുണ്ട്, ഞാൻ കണ്ണേട്ടൻ്റെ പെങ്ങളല്ലേ ഞാൻ, അപ്പോൾ എനിക്കൊരു 101 പവനെങ്കിലും കണ്ണേട്ടൻ തരേണ്ടതാണ്, അതുകൊണ്ട് ഞാൻ ഒരുപാട് സ്വർണ്ണങ്ങൾ എടുക്കാമെന്ന് പറയുമ്പോൾ മേഹം പറയുന്നുണ്ട്, എന്തായാലും കണ്ണൻ വേറെ ഒന്നും നിനക്ക് തരില്ല, അതുകൊണ്ട് നീ മാക്സിമം സ്വർണ്ണം എടുത്തു എന്ന് പറഞ്ഞ് അങ്ങനെ മഞ്ജു ഇഷ്ടപ്പെട്ട സ്വർണ്ണങ്ങളെല്ലാം വാരി കൂട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മഞ്ജു ഈ സ്വർണ്ണമൊക്കെ എടുത്തുകൊണ്ട് പോകാൻ നേരത്ത് മാനേജർ പറയുന്നുണ്ട്, മേഡം ഞാനിപ്പോൾ തന്നെ ബില്ല് റെഡിയാക്കി വരാം എന്ന് പറയുമ്പോൾ മഞ്ജു ചോദിക്കുന്നുണ്ട്, ബില്ലെന്തിനാ, ഞാനിവിടുത്തെ ആരാന്ന് തനിക്കറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ മാനേജർ പറയുന്നുണ്ട്, ആരായാലും സ്വർണ്ണത്തിൻ്റെ പൈസ ബില്ലടച്ചതിന് ശേഷമേ സ്വർണ്ണം തന്നുവിടാൻ പറ്റുള്ളൂ, അല്ലാതെ തന്നുവിടാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ മേഹനും പറയുന്നുണ്ട്, ഞാനും ഇവിടുത്തെ മാനേജറായിരുന്നു എന്നുള്ള കാര്യം ഇയാൾക്ക് അറിയാൻ പാടില്ല എന്ന് ചോദിക്കുമ്പം ആയിരുന്നു എന്നല്ലേ ഉള്ളൂ, ഇപ്പം അല്ലല്ലോ എന്നൊക്കെ മാനേജറും പറയുന്നുണ്ട്. അത് കേട്ടിട്ട് മേഹനക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് മേഹനും മഞ്ജും പറയുന്നുണ്ട്, ഇപ്പം ഞാനിവിടുത്തെ ജോലിക്കാരനല്ലെങ്കിലും ഞാൻ കണ്ണൻ്റെ അമ്മാവൻ്റെ മകനാണെന്ന് പറയണു. മഞ്ജു പറയുന്നുണ്ട്, അപ്പോൾ ഞാൻ കണ്ണേട്ടൻ്റെ സ്വന്തം അനുജത്തിയാണ്, അപ്പോൾ എനിക്ക് ആവശ്യമുള്ള സ്വർണ്ണം കണ്ണേട്ടൻ്റെ കടയിൽ നിന്ന് എടുക്കണേന് എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ മാനേജർ പറയുന്നുണ്ട്, അങ്ങനെ നിങ്ങൾക്ക് കൊണ്ടുപോകണമെന്ന് നിർബന്ധമാണെങ്കിൽ നിങ്ങൾ മേഡത്തിനെ വിളിച്ച് ചോദിച്ചിട്ട് കൊണ്ടുപോയിക്കോ എന്ന് പറയണു. അപ്പോൾ തന്നെ മഞ്ജു മേഡം ആരാന്ന് ചോദിക്കണു. അപ്പോൾ പറയുന്നുണ്ട്, ആ മഹാലക്ഷ്മി മേഡത്തിനോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം, മേഡം ഞങ്ങളോട് പറഞ്ഞാൽ മാത്രമേ ഞങ്ങൾ തന്നു വിടുള്ളൂ എന്നൊക്കെ പറയണു. അത് കേട്ടിട്ടാണെങ്കിൽ മഞ്ജുവിന് വല്ലാണ്ട് കലി വരുന്നുണ്ട്. പിന്നീട് മഞ്ജു ഫോൺ എടുത്ത് കണ്ണനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ഇപ്പോൾ MDയുടെ കസേരയിൽ ഇരിക്കുന്നത് മഹിയാണ്, അതുകൊണ്ട് തന്നെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് മഹാലക്ഷ്മിയാണ്. അപ്പം പൈസ കൊടുത്തിട്ട് എടുത്തുകൊണ്ട് പോയിക്കോളാൻ മാനേജർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾ പൈസ കൊടുത്തിട്ട് എടുത്തുകൊണ്ട് പോയാൽ മതി, പൈസ കൊടുക്കാണ്ടൊന്നും അവിടുന്ന് സ്വർണ്ണം എടുക്കണ്ടെന്നൊക്കെ പറയണു. ഇത് കേട്ട് മേഹനും മഞ്ജുവിനും ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. എന്നാലും അവർ നാണം കെട്ട് തല താഴ്ത്തി അവിടെ നിന്ന് ഇറങ്ങി പോകാണ്ടോ. പിന്നീട് മേഹം വിചാരിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ഇവിടെ കെട്ടിയിട്ട് വേറെ കാര്യമൊന്നുമില്ല, ഒരു സ്വർണ്ണം പോലും ഇവളുടെ പേരിൽ കിട്ടിയിട്ടില്ല, ഇപ്പോൾ സ്വർണ്ണത്തിനാണെങ്കിൽ നല്ല വിലയാണ്, അപ്പോൾ അവനില്ലാത്ത സമയം നോക്കി കുറച്ച് സ്വർണ്ണമെങ്കിലും കയ്യിലാക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതും നടന്നില്ല, ഇനി ഈ കല്യാണത്തിന് ഞാൻ മെനക്കെടേണ്ട കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ മഞ്ജു മേഹനും നാണം കെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് രാത്രി മഹാലക്ഷ്മിനെയും കണ്ണനെയും ആക്രമിക്കാനായിട്ട് ആ ഗുണ്ട വരുന്നു. ആ ഗുണ്ട വരുമ്പോൾ നേരത്തെ മഹാലക്ഷ്മിയെ രക്ഷിച്ച ആ പയ്യൻ വരുന്നുണ്ട്. അവൻ്റെ പേര് വരുന്നത് മാർക്കോ എന്നാണ് കേട്ടോ. ആദ്യത്തിലൊന്നും അവൻ്റെ പേര് അവൻ ആരോടും പറയുന്നുണ്ടായിരുന്നില്ല. പിന്നീട് തോമസ് ഡോക്ടറാണ് പറയുന്നത് അവൻ്റെ പേര് മാർക്കോ എന്നാണെന്ന്. എന്നിട്ട് അവൻ വന്ന് ഇവരെ രക്ഷിക്കുന്നുണ്ട്. ആ സമയത്ത് മഹി പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ ഒരുപാട് അന്വേഷിച്ചിരുന്നു, ഇതുവരെയും കണ്ടെത്തിയില്ല, അന്ന് കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ പേരോ വീടോ ഒന്നും എന്നോട് പറഞ്ഞിരുന്നില്ല, എനിക്ക് നിങ്ങളെ ഒന്ന് കാണണം എന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, എന്തായാലും ഇവിടെ വെച്ച് നിങ്ങളെ എനിക്ക് കാണാൻ പറ്റിയില്ലോ എന്നൊക്കെ പറയുമ്പോൾ കണ്ണൻ ഇങ്ങനെ എന്താണെന്ന് അറിയാത്ത ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കണ്ണനോട് മഹി പറയുന്നുണ്ട്, അന്ന് എന്നെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയപ്പം ഒരു പയ്യൻ വന്ന് എന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞില്ലേ, അത് ഇയാളാണെന്ന് പറയണോ. അതെയോ, അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്തത് വലിയ ഉപകാരമാണ്, ഇപ്പോൾ 2 പ്രാവശ്യം ഞങ്ങളെ അപകടത്തിൽ നിന്ന് രക്ഷിച്ചു, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം തോമസ് ഡോക്ടറും പറയുന്നുണ്ട് കേട്ടോ. അപ്പം മഹാലക്ഷ്മി അയാൾ പോയതിന് ശേഷം പറയുന്നുണ്ട്, ഇപ്പം നമ്മൾ സാഹറിനെയും ഇതുപോലെ വിശ്വസിച്ചാണ് കമ്പനിയിൽ കയറ്റിയത്, എന്നിട്ട് സാഹറിൽ നിന്നും ഉണ്ടായ അനുഭവം കണ്ണേട്ടൻ മറന്നുപോയോ, നമ്മളങ്ങനെ ആരെയും ഒരുപാട് വിശ്വസിക്കൊന്നും വേണ്ട കണ്ണേട്ടാന്ന് പറയുമ്പോൾ പറയുന്നുണ്ട്, അതിന് ഇയാളെ ഞാൻ വീട്ടിലെ കാര്യമോ തൻ്റെ കാര്യമോ ഒന്നും ഏൽപ്പിക്കുന്നില്ല, കമ്പനിയിലത്തെ കാര്യങ്ങൾ മാത്രമേ ഏൽപ്പിക്കുന്നുള്ളൂ, ഇയാളുടെ ഇതൊക്കെ കണ്ടിട്ട് ഇയാൾ നല്ല സത്യസന്ധനാണെന്ന് എനിക്ക് തോന്നണേന്ന് പറയുമ്പോൾ മഹി പറയുന്നുണ്ട്, അങ്ങനെ നമുക്ക് വിശ്വസിക്കേണ്ട കണ്ണേട്ടാന്ന് പറയുന്നു. പിന്നീട് ഡോക്ടർ മാർക്കോയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ പറയുന്നുണ്ട്. അവൻ വളരെ നല്ലൊരു പയ്യനാണ്, അവൻ്റെ ചെറിയ പ്രായത്തിൽ എന്തോ ഒരു ട്രാജഡി അവൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ അവൻ ഇങ്ങനെ ഒറ്റപ്പെട്ട് നടക്കുന്നത്, ആരെ സഹായിക്കാനും മുന്നിൽ നിൽക്കുന്നവനാണ് അവൻ എന്നൊക്കെ പറയണു. അപ്പം കണ്ണൻ പറയുന്നുണ്ട്, ഞങ്ങളുടെ സ്ഥാപനത്തിൽ അവനെ ജോലിക്ക് എടുത്താലോ എന്നാണ് ഞങ്ങൾ ആലോചിക്കണേന്ന് പറയുമ്പോൾ ഡോക്ടർ അതിന് പൂർണ്ണ പിന്തുണ കൊടുക്കുന്നുണ്ട്. അവനെ ജോലിക്ക് എടുത്താൽ അവൻ നിങ്ങളെ ഒരു രീതിയിലും ചതിക്കൂല, അത്രയ്ക്കും സത്യസന്ധനായിട്ടുള്ള പയ്യനാണ് അവൻ, എനിക്ക് വർഷങ്ങളായിട്ട് അവനെ അറിയാം, അതുകൊണ്ട് നിങ്ങൾക്ക് 100% വിശ്വസിക്കാമെന്നൊക്കെ പറയണു. പിന്നീട് ഉണ്ണീനെയും വാമദേവനെയാണ് കാണിക്കുന്നത്. അപ്പോൾ വാമദേവനോട് ഉണ്ണി പറയുന്നുണ്ട്, അമ്മാവ ഈ പ്രാവശ്യത്തെ ശമ്പളം അക്കൗണ്ടിൽ വന്നിട്ടില്ലല്ലോ, എന്താണെന്ന് അറിയില്ലല്ലോ, ഒന്ന് കണ്ണേട്ടനെ വിളിച്ച് ചോദിക്കുക. ഞാനിപ്പോൾ എങ്ങനെ വിളിച്ച് ചോദിക്കില്ല, ഞാൻ കണ്ണേട്ടനോട് വഴക്കുണ്ടാക്കിയതല്ലേ, അതുകൊണ്ട് തന്നെ എനിക്ക് ചോദിക്കാൻ പറ്റില്ല, അമ്മാവനൊന്ന് വിളിച്ച് ചോദിക്കാവോ എന്ന് ചോദിക്കുമ്പം
മേഘനാഥൻ വേഗം തന്നെ ഫോണെടുത്ത് കണ്ണനെ വിളിക്കുന്നുണ്ട്. കണ്ണനക്ക് അപ്പോൾ കോള് തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഇത് സാലറി വരാത്തതിൻ്റെ കാര്യം ചോദിക്കാൻ വേണ്ടി വിളിക്കണമായിരിക്കുമെന്ന്. ആ സമയത്ത് കണ്ണൻ്റെ അടുത്ത് അനന്തു ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഫോൺ എടുത്തിട്ട് അനന്തുവോട് പറയുന്നുണ്ട് ഇത് അമ്മാവനാണ്, ശമ്പളം കിട്ടാത്തത് എന്താണെന്ന് അറിയാൻ വേണ്ടി വിളിക്കണമായിരിക്കും എന്നും പറഞ്ഞ് കണ്ണൻ ഫോൺ സ്പീക്കറിലിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്താ അമ്മാവെന്ന് ചോദിക്കുമ്പം വാമദേവൻ പറയുന്നുണ്ട് അത് മോനെ ഈ മാസത്തെ ഞങ്ങളുടെ സാലറി അക്കൗണ്ടിൽ വന്നില്ല, എന്താ പറ്റിയെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ മോനെ വിളിച്ചതാണെന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട് അങ്ങനെ സാലറി അക്കൗണ്ടിൽ വന്നില്ലെങ്കിൽ അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല, ഇപ്പോൾ MD കസേരയിൽ ഇരിക്കുന്നത് മഹാലക്ഷ്മി അല്ലേ, അപ്പോൾ അമ്മാവൻ ആ മഹാലക്ഷ്മിനെ ഒന്ന് ചെന്ന് കണ്ട് ചോദിച്ചു നോക്ക് ശമ്പളം വരാത്ത എന്താണെന്ന് പറയുമ്പം വാമദേവൻ അങ്ങനെ അടി കിട്ടിയതുപോലെയാവും. ആ എന്താ മോനെ ഇപ്പം അങ്ങനെ ഇത്രയും നാളും അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ എന്ന് പറയുമ്പം ഇപ്പോൾ കമ്പനിയിലെയും എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് മഹാലക്ഷ്മിയാണ്, അതുകൊണ്ട് തന്നെ സ്റ്റാഫിൻ്റെ സാലറി മഹി തന്നെയാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് അമ്മാവനും ഉണ്ണിയും അവിടെ നേരിട്ട് ചെന്ന് ശമ്പളം വാങ്ങിക്കുമെന്ന് പറയണു. ഇത് കേട്ട് വാമദേവനും അതുപോലെ തന്നെ ഉണ്ണിക്കും ഭയങ്കര ഒരു അടിയാവുന്നുണ്ട്. ഇത് കേട്ടോണ്ടിരുന്ന ആനന്ദുവിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ആനന്ദ് പറയുന്നുണ്ട് ഇപ്പോഴാണ് നീ കറക്റ്റായിട്ടുള്ള ഡിസിഷൻ എടുത്തത്, ഇതുപോലെ തന്നെ ഇവർക്ക് പണി കൊടുക്കണം, എന്നാലേ ഇവർ അടങ്ങി നിൽക്കുള്ളൂ, അല്ലെങ്കിൽ ഇവരെല്ലാവരും കൂടി നിങ്ങളുടെ രണ്ടുപേരുടെയും തലയിൽ കയറിയിരുന്ന് നിരങ്ങുമെന്നൊക്കെ പറയണു. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് ഇവർക്ക് ആർക്കും എൻ്റെ മഹിയെ കണ്ടുകൂടാ, എന്നാൽ മഹി ഇവർക്കെതിരെ ഒന്നും പറയണമില്ല പ്രവർത്തിക്കണമില്ല, പക്ഷേ ഇവർ മഹീനെ ദ്രോഹിക്കാൻ വേണ്ടി മാത്രം നടക്കണം. അപ്പോൾ ഇവർ മഹിയുടെ മുമ്പിൽ ചെന്ന് തല കുനിച്ച് ശമ്പളം വാങ്ങണം എന്നുള്ളൊരു വാശി എനിക്കുണ്ട്, അതുകൊണ്ട് ഇവർ നേരെ മഹിയുടെ അടുത്ത് നിന്ന് ശമ്പളം വാങ്ങട്ടെ എന്നൊക്കെ ഇങ്ങനെ കണ്ണൻ പറയണു. പിന്നീട് കണ്ണനെയും മാർക്കോനെയും മഹാലക്ഷ്മിനെയൊക്കെ കാണിക്കുന്നത്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് മാർക്കോ ഇനി വേറൊരു സ്ഥലത്തും പണിക്കൊന്നും പോകണ്ട, ഞങ്ങളുടെ ഓഫീസിൽ ജോലിക്ക് കയറിക്കോ, ഞങ്ങൾക്കൊരു സഹായമായിട്ട് നിന്നോ എന്ന് പറയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട് അങ്ങനെ ഞാൻ സ്ഥിരമായിട്ടുള്ളൊരു ജോലിക്ക് കയറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് മറ്റുള്ളവരെയൊന്നും സഹായിക്കാൻ പറ്റില്ല, ഞാനിങ്ങനെ എല്ലാവരെയും സഹായിച്ചുകൊണ്ട് നടക്കുന്നതാണ്, ആർക്കെങ്കിലും ആപത്ത് വന്നാൽ ഞാൻ അവരെ സഹായിക്കും, അതുകൊണ്ട് തന്നെ ഞാൻ കൃത്യമായിട്ടൊരു ജോലിക്ക് ഇന്ന് വരെയും കയറിയിട്ടില്ല എന്നൊക്കെ പറയുമ്പം കണ്ണനും മഹിയും പറയുന്നുണ്ട് അങ്ങനെ പറയില്ലേ, ഞങ്ങളുടെ കൂടെ നിൽക്ക്, ഞങ്ങളുടെ അടുത്ത് ജോലി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സഹായിക്കാനൊക്കെ പോവാലോ, അതിനൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ തോമസ് ഡോക്ടറും മാർക്കോയോട് പറയുന്നുണ്ട് എന്തായാലും കണ്ണനും മഹാലക്ഷ്മിയും ഇത്രയും നിർബന്ധിച്ചതല്ലേ, നിനക്ക് പറ്റിയ ആളുകൾ തന്നെയാണ് ഇവർ, നിന്നെപ്പോലെ തന്നെ മനസ്സിൽ നന്മയുള്ള ആളാണ് കണ്ണനും മഹാലക്ഷ്മിയും, അതുകൊണ്ട് തന്നെ നീ അവിടെ ജോലിക്ക് കയറുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലതായിരിക്കും എന്നൊക്കെ തോമസ് ഡോക്ടറും പറയണു. ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട് ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന് പറയണു. അപ്പോൾ മഹി പറയുന്നുണ്ട് ആലോചിക്കാനൊന്നുമില്ല, ഉറപ്പായിട്ടും ജോലിക്ക് കയറണം എന്നൊക്കെ പറയണു. പിന്നീട് ഈ വിവരങ്ങളൊക്കെ ഉണ്ണി അറിയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഉണ്ണീനെയും കരുണേനെയാണ്. അപ്പോൾ ഉണ്ണി ഭയങ്കര ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് അയാൾ എൻ്റെ മേളിലൊരാളെ അവിടെ ജോലിക്ക് നിയമിച്ചിട്ടുണ്ട്, അത് മാത്രമല്ല ഞങ്ങളുടെ ശമ്പളം എല്ലാ മാസവും 1-ാം തീയതി അക്കൗണ്ടിൽ വരുന്നതായിരുന്നു, ഈ മാസം അത് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നില്ല, എന്നിട്ട് അയാൾ പറഞ്ഞത് നിൻ്റെ ഇടത്തിയോട് ചോദിക്കാനാണെന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട് അതെന്തിനാ അവളോട് ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പം ഇപ്പം അവരാണ് അവിടുത്തെ MD, അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അവരാണെന്നാണ് എൻ്റെ ചേട്ടച്ചാർ പറയണേന്ന് പറയുമ്പോൾ കരുണ പരിഹാസത്തോടു കൂടി ഉണ്ണിയോട് ചോദിക്കുന്നുണ്ട് ഇത്രയൊക്കെ താഴ്ത്തി കെട്ടിയിട്ടും നിങ്ങൾ എന്തിനാ പിന്നെയും അവിടെ കടിച്ചു തൂങ്ങി നിൽക്കണേ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ജോലി അന്വേഷിച്ചു കൂടെ, ആ കണ്ണച്ചാരുടെ കീഴിൽ തന്നെ നിൽക്കുന്നത് നിങ്ങൾക്ക് എന്താ ഇത്ര നിർബന്ധം എന്നൊക്കെ ചോദിക്കണു. അത് കേട്ട് ഉണ്ണിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്, എന്നാലും ഉണ്ണിയൊന്നും പറയുന്നില്ല. പിന്നീട് മേഹൻ വാമദേവനോട് പറയുന്നുണ്ട് ഞങ്ങൾ സ്വർണ്ണം എടുക്കാൻ വേണ്ടി ജ്വല്ലറി ചെന്നപ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് സ്വർണ്ണമൊന്നും കിട്ടിയില്ല, കണ്ണൻ ആസ്പത്രിയിൽ നിന്ന് വരുന്നതിന് മുമ്പ് മഞ്ജുവിന് ആവശ്യമുള്ള സ്വർണ്ണമെങ്കിലും കൈവശപ്പെടുത്താമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഇന്ന് സ്വർണ്ണക്കടയിലേക്ക് പോയത്. മഞ്ജു ആണെങ്കിൽ വളരെ ആഗ്രഹിച്ച് ഒരു 100 പവൻ സ്വർണ്ണത്തോളം സെലക്ട് ചെയ്ത് വയ്ക്കുകയും ചെയ്തു. എല്ലാം കഴിഞ്ഞപ്പം ആ മാനേജർ പറയുകയാണ് സ്വർണ്ണത്തിൻ്റെ ബില്ല് അടച്ചിട്ടേ സ്വർണ്ണം കൊണ്ടുപോകാൻ പറ്റുള്ളൂ, അല്ലാണ്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന്. അപ്പം പെങ്ങളാന്ന് പറഞ്ഞിട്ടൊന്നും അയാൾ അംഗീകരിച്ചില്ല. പിന്നെ അയാൾ പറഞ്ഞത് എന്നാൽ മേഡത്തിനെ വിളിച്ച് ചോദിക്കുക, എന്നിട്ട് നിങ്ങൾ സ്വർണ്ണം കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. അപ്പം മഞ്ജു കണ്ണനെ വിളിച്ച് ചോദിച്ചപ്പോൾ കണ്ണൻ പറഞ്ഞത് ഞാൻ നേരത്തെ തന്നെ നിൻ്റെ വിവാഹത്തിനൊന്നും തരികയുമില്ല സഹകരിക്കുകയുമില്ല എന്ന് പറഞ്ഞതാണ്, പിന്നെ നീ എൻ്റെ ജ്വല്ലറിയിൽ പൈസ കൊടുക്കാണ്ട് സ്വർണ്ണം എടുക്കാൻ ചെന്ന എന്തിനാ, കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പൈസ കൊടുത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള സ്വർണ്ണം എടുത്തുകൊണ്ട് പോരെ എന്നൊക്കെയാണ് കണ്ണൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ മഞ്ജുവിനെ വിവാഹം കഴിച്ചിട്ട് യാതൊരു കാര്യവുമില്ല, 5 പൈസ പോലും അയാൾ തരില്ല, ഇനിയിപ്പോൾ സ്വർണവും തരില്ല, ധർമ്മകല്യാണം നടത്തേണ്ട വരും എന്നൊക്കെ വാമദേവനോട് പറയുമ്പോൾ വാമദേവനും സീമന്തനെയും ഇങ്ങനെ എന്തോ പോലെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് കല്യാണം എന്തായാലും കുറച്ച് നാൾ മാറ്റി വയ്ക്കണമെന്ന് അപ്പച്ചിയെ വിളിച്ച് അച്ഛൻ പറഞ്ഞേരെ എന്ന് പറയുമ്പം നീ ഇപ്പോൾ ഇന്നാൾ വെഡിങ് കാർഡൊക്കെ അടിച്ച് അവിടെ കൊണ്ടുപോയി കൊടുത്തതല്ലേ, പിന്നീട് ഇപ്പോൾ കല്യാണം മാറ്റി വയ്ക്കുമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും, ഞാൻ ദുർഗയുടെ മുഖത്ത് നോക്കണേ എങ്ങനെയാണ്, അതുമാത്രമല്ല മഞ്ജുവിൻ്റെ ജീവിതം നീ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഈ കല്യാണം നടക്കാണ്ട് വന്നാലോ എന്നൊക്കെ ചോദിക്കുമ്പം മേഘനാഥൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഈ കല്യാണം നടന്നില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, കാരണം 5 പൈസയ്ക്ക് ഗതിയില്ലാത്ത അവളെ ഞാൻ കെട്ടിയിട്ട് എന്ത് കാണിക്കാണ്, എൻ്റെ തലയിലാവുന്നല്ലാണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല, ആ കണ്ണൻ്റെ കുറച്ച് സ്വത്തെങ്കിലും എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചാണ് ഞാൻ അവളെ കല്യാണം കഴിക്കാൻ തയ്യാറായത് തന്നെ. ഇപ്പം മനസ്സിലായി പൂർണ്ണമായിട്ടും അവൻ ഈ കല്യാണത്തിന് സഹകരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല എന്ന് പറയും.
ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഇനി മിക്കവാറും മഹാലക്ഷ്മിയും കണ്ണനും കൂടി ഇവർക്ക് ഓരോരുത്തരൊക്കെ ആയിട്ട് പണി കൊടുക്കാനുള്ള ചാൻസാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.